അങ്ങനെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമുള്ള ചടങ്ങുകളിലേക്ക് നമ്മൾ പോവാണ്. ഇതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ക്ലോസ് ആയിട്ടുള്ള എല്ലാ റിലേറ്റീവ്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കസിൻസിൻ്റെ പേര് വിളിക്കും കേട്ടോ. അപ്പോൾ അത് അവർ ഫ്രണ്ടിൽ വന്ന് പയ്യൻ്റെ കയ്യിൽ നിന്ന് മുറുക്കും അതുപോലെ 10 രൂപയുടെ നോട്ടും വാങ്ങിക്കണം. അതാണ് കേട്ടോ ഫസ്റ്റ് ചടങ്ങ്. അങ്ങനെ പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി അടുത്ത പരിപാടി സാരി കൊടുക്കൽ ചടങ്ങാണ്. അങ്ങനെ പാരൻസാണ് കേട്ടോ ആദ്യം ചെല്ലണത്. അപ്പോൾ ചെക്കനും പെണ്ണും മുട്ടുകുത്തി നിന്ന് അവരുടെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് സാരി കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ അമ്മയ്ക്കാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ അപ്പയും അമ്മയും അടുത്ത് ചെന്ന് അവർക്ക് ബ്ലെസ്സിങ് ഒക്കെ കൊടുത്ത് സാരി വാങ്ങിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഈ സിസ്റ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഡ്രസ്സ് കൊടുത്തു. അങ്ങനെ പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി. അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഇന്ന് പരിപാടി കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി റെഡി ആവാണ് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഇലക്ട്രിക് ട്രെയിൻ കയറാനായിട്ട് നമ്മൾ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ടൈം വരുന്നത് 8:55 അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നേരെ കിടന്നുറങ്ങി നമ്മളിതാ തൃശ്ശൂർ എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 7 മണിയായപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെന്നൈ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.